ആലപ്പുഴയിൽ മുഖ്യമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി അവിടെ ബീച്ചിലേക്കുള്ള കടകൾ അടച്ചിടണമെന്നൊരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പോലീസ് നേരത്തെ പ്രതികരിച്ചത് സ്വാഭാവിക നടപടിക്രമം എന്നാണ് പറഞ്ഞത്. രഘുനാഥ് നാരായണൻ വിവരങ്ങൾ നൽകും. രഘു, വ്യാപാരികളുടെയോ കച്ചവടക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പോലീസ് പറയുന്ന പോലെ ഒരു സ്വാഭാവിക നടപടി എന്ന നിലയ്ക്ക് അവർ മുന്നോട്ട് പോവുകയാണ്. ദിവിഷ പോലീസ് ഒരു സ്വാഭാവിക നടപടി എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മുഖ്യമന്ത്രിക്ക് 4 മണിക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ 2 പരിപാടികളാണുള്ളത്. ഒന്ന് ചേർത്തലയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം പൂർത്തിയാകുന്നതിൻ്റെ അനുമോദന സമ്മേളനവും ഇതിന് ശേഷം ആലപ്പുഴ ബീച്ചിൽ KPMSന്റെ സംസ്ഥാന സമ്മേളനവുമാണ് മുഖ്യമന്ത്രിയുടെ പങ്കെടുക്കുന്ന പരിപാടി. വൈകുന്നേരം 6 മണിയോടുകൂടി മാത്രമേ മുഖ്യമന്ത്രി ആലപ്പുഴ നഗരത്തിൽ ആലപ്പുഴ കടപ്പുറത്ത് എത്തുകയുള്ളൂ. പക്ഷേ ഇന്നലെ സന്ധ്യയോടുകൂടി തന്നെ അവിടെ കടയുടമകൾക്ക് സൗത്ത് പോലീസ് നോട്ടീസ് നൽകുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ കാരണങ്ങളാൽ രാവിലെ മുതൽ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ഔദ്യോഗികമായി തന്നെ രേഖാമൂലം പോലീസ് നൽകിയത്. അതിനായി പോലീസ് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഈ കടകളിൽ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഗ്യാസ് ഒക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതൊരു സ്ഫോടകമായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടാകും. അത് വസ്തുതയാണ്. പക്ഷേ വൈകുന്നേരം 6 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തുമ്പോൾ എന്തിനാണ് രാവിലെ മുതൽ കടകൾ അടച്ചിടാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശം നൽകിയതെന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നത്. എന്തായാലും SP നൽകിയ വിശദീകരണം 40-ൽ താഴെ കടകൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള നോട്ടീസ് നൽകിയത്. എന്തിനു വേണ്ടിയാണ് രാവിലെ തന്നെ അടച്ചിടണമെന്ന് പറഞ്ഞ ചോദ്യത്തിന് അദ്ദേഹം അത് പരിശോധിക്കാമെന്നുള്ളൊരു വിശദീകരണം നൽകി എന്ന് മാത്രവുമല്ല, ജില്ലാ സെക്രട്ടറി R നാസർ അല്പസമയം മുമ്പ് അവിടെ സ്ഥലത്തെത്തുകയും അങ്ങനെ എല്ലാ കടകളും അടച്ചൊന്നും ഇടണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് അദ്ദേഹം നൽകിയത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 കടകളൊന്നും മാറ്റിയായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരാൻ വേണ്ടി പുതിയൊരു വഴി ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഈ വ്യാപാരികൾ പോലീസിനോട് സഹകരിച്ചില്ല. അതിൻ്റെ ഒരു പ്രകോപനമാണ് പോലീസ് ഇത്തരത്തിൽ എല്ലാവർക്കും നോട്ടീസ് നൽകാനുള്ളൊരു കാരണമായിട്ട് ഉണ്ടായത്. എന്തായാലും 2 കടകൾ ഒരല്പം മാറ്റി മുഖ്യമന്ത്രിയുടെ വാഹനം ബീച്ചിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒരു പുതിയ പാതയും നിലവിലുണ്ടാക്കിയിട്ടുണ്ട്. ശരി, അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയിട്ടാണോ പോലീസ് പ്രവർത്തിക്കേണ്ടതെന്നാണ് എന്തായാലും. അല്ല, ഇപ്പൊ അല്ലാതെ തന്നെ പറഞ്ഞ ന്യായം ഇപ്പൊ എല്ലാ കടകളിലും ഗ്യാസ് സിലിണ്ടർ വെച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ ഈ അടുപ്പ് കത്തിക്കുന്നത് തുടങ്ങിയ കാര്യം ആവശ്യമുള്ളതിന് മാത്രം പോരെ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ തന്നെ ഇത്തരം സുരക്ഷയുടെ പേരിൽ ആ പ്രദേശത്തുള്ള കടകൾ മൊത്തം ഒഴിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് മോശമായ മെസ്സേജാണ് പുറത്തേക്ക് പോകുന്നത്. അതെ, പ്രത്യേകിച്ചും ഇനി തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇമേജുകളെ മാറ്റിപ്രതിഷ്ഠിക്കുന്ന തീരുമാനങ്ങളാവും. എന്തായാലും നമുക്ക് പോലീസിന്റെയും ഒപ്പം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം കേൾക്കാം. ആകെ പറഞ്ഞിരിക്കുന്നത് 38 കടകളാണ്, 27-ഉം 11-ഉം. അതാ ക്ലോസ് പ്രോക്സിമേറ്റിൽ അറൌണ്ട് 20-25,000 എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആ സമയത്ത് ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള കടകൾ ആക്ച്വലി ആ ബീച്ചിൽ ഷോപ്പ് സോൺ വീൽസാണ് പെർമിഷനുള്ളൂ. ഷോപ്പ് സോൺ വീൽസ് പെർമിഷനുള്ളൂ. അത് അവിടുന്ന് മൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. മൂവ് ചെയ്യാത്തതിനെ കൊണ്ടാണ് പിന്നെ അടയ്ക്കാൻ പറയേണ്ട ആവശ്യം വന്നത്. 27 കടകൾ ടോട്ടൽ തൊട്ടടുത്തുള്ളത്. 11 എണ്ണം കൊമേഴ്ഷ്യൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് പകരം ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നോട്ടീസ് കൊടുക്കാറുള്ളതാണ്. കൊമേഴ്ഷ്യൽ ഗ്യാസിന് പകരം ഡൊമസ്റ്റിക് ഗ്യാസ് ഉപയോഗിക്കുന്നു. ഇവിടെ സ്റ്റേജ് ഇവിടെ ഇട്ടല്ലോ, സ്റ്റേജ് ഇവിടെ ആയിട്ടില്ല. ഇവിടെ ഇട്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇങ്ങനെ കയറി പോകണമല്ലോ. ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു വഴി നമ്മളുണ്ടാക്കി. അപ്പോൾ അവിടെ നിന്ന് 2 കടയുണ്ടല്ലോ, ആ കട അവിടെ ശാലം കൊണ്ട് മാറ്റി അങ്ങോട്ട് നീക്ക്. അത്രേ ഉള്ളൂ, വേറെ ഒരു മാർഗ്ഗമില്ല. വേറെ നമുക്ക് പിന്നെ ഈ ഗ്യാസ് വെച്ചിട്ടുണ്ട് ചിലടത്ത്. ഗ്യാസ് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അത് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ആ ഗ്യാസ് വയ്ക്കുന്ന അവിടെ അതല്ലാണ്ട് വേറെ ഒരു കടയും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഈ ഗ്യാസ് വെച്ചിരിക്കുന്നത് മാത്രമല്ല അവർ വന്ന് പറഞ്ഞുള്ളൂ. നിങ്ങൾ ചുമ്മാ പറഞ്ഞ ആവശ്യമില്ലായിരുന്നു, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ ഇപ്പം ഈ പ്രദേശത്തുണ്ടല്ലോ, ഇവിടെ നിന്നുള്ള 2 കട അങ്ങോട്ട് പറഞ്ഞല്ലോ, അത് പറ്റിയല്ലേ പറ്റുള്ളൂ. അങ്ങോട്ട് വണ്ടി പോകണ്ടേ. അതൊരു സാധാരണ മാറ്റാവുന്ന സ്ഥിരമായിട്ടുള്ള വണ്ടി അല്ലല്ലോ, മാറ്റാവുന്നതാണ്. അവിടെ മാത്രം മാറ്റിയാൽ മതി. അത് അത്രേ ഉള്ള പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാതെ ഈ ഗ്യാസ് വയ്ക്കാൻ പറ്റില്ല. ഗ്യാസ് വയ്ക്കുന്നവരുടെ സെക്യൂരിറ്റിയാണ്. ബാക്കിയുള്ള കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ പ്രവർത്തിച്ചോ, യാതൊരു പ്രശ്നമില്ല.